അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറയുകയാണ്, മൂസ നബി അലൈഹിസ്സലാമിന്റെ ഒരു ചരിത്രം പറഞ്ഞു കൊടുക്കുന്നു. മൂസ നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ ഒരു തമ്മാടിയായ ആള് വരികയാണ്. ഒരു നന്മയും ചെയ്തിട്ടില്ല, സകലമാന തമ്മാടിത്തരങ്ങളും അയാൾ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു മനുഷ്യൻ മൂസ നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ വന്നുകൊണ്ട് പറയുന്നു, മൂസാ, എനിക്ക് നിങ്ങളോടൊപ്പം സ്വർഗത്തിലേക്ക് പോവണം മൂസാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മുസ്ലിമായി എന്നല്ലാതെ അയാളെടുത്ത് നന്മയൊന്നും അവകാശപ്പെടാനില്ല. ആ മനുഷ്യൻ വന്നിട്ട് മൂസ നബിനോട് പറയാം, നിങ്ങളെ കൂടെ സ്വർഗത്ത് പോണം. സ്വർഗത്ത് പോണെന്നല്ല പറയണത്, ആരെ കൂടെ പോണെന്ന് പറയണേ? ചില്ലറാഗ്രഹം എന്നല്ല, മൂസ നബിന്റെ കൂടെ സ്വർഗത്ത് പോകണം എന്ന് പറയുന്നത്. മൂസ നബി ഒറ്റയടിക്ക് പറഞ്ഞു നടക്കൂല, അത് നടക്കൂല. സ്വർഗം മാത്രല്ലല്ലോ എന്റെ കൂടെ സ്വർഗത്ത് പോകണമെന്നല്ല, അത് നടക്കേയില്ല. അയാള് ഭയങ്കര നിരാശയോടുകൂടെ തിരിച്ചുപോയി, ഭയങ്കര വിഷമത്തോടുകൂടെ അയാൾ തിരിച്ചുപോയി. നേരം വെളുത്തപ്പോ ആളുകൾ വന്നിട്ട് മൂസ നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ്, മൂസാ നബിയേ, ഇന്നലെ നിങ്ങളടുത്ത് വന്നിട്ട് സ്വർഗത്തിലേക്ക്, അങ്ങയോടൊപ്പം സ്വർഗത്തിലേക്ക് പാസ് ചോദിച്ച മനുഷ്യനുണ്ടല്ലോ, അയാള് മരണപ്പെട്ടു മൂസാ നബിയേ. അയാളൊരു സിംഹം ആക്രമിച്ചു കൊന്നിരിക്കുന്നു. ആ സിംഹം ആ മനുഷ്യന്റെ ശരീരഭാഗങ്ങൾ ഭക്ഷണമാക്കിയിരിക്കുന്നു. നബിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അയാൾ എന്നാലൊരു സിംഹം പിടിച്ച് കടിച്ച് കീറി കൊന്നു. ആ സമയത്ത് അതാ അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ദൂതൻ വരികയാണ്. എന്നിട്ട് പറയുന്നു, മൂസാ, ആ മനുഷ്യന് നിങ്ങളോടൊപ്പം സ്വർഗത്തിലാണ്. ആ മനുഷ്യൻ നിങ്ങളോടൊപ്പം സ്വർഗത്തിലാണ് മൂസാ. മൂസ നബി അലൈഹിസ്സലാം ചോദിക്കുന്നു, റബ്ബേ, അയാള് വിശ്വസിച്ചു എന്നല്ലാതെ അയാളടുത്ത് സൽക്കർമ്മങ്ങളൊന്നുമില്ലല്ലോ, സകല തമ്മാടിത്തരങ്ങളും ചെയ്ത മനുഷ്യനല്ലയോ. ആ മനുഷ്യൻ എങ്ങനെയാണ് എന്റെ കൂടെ സ്വർഗത്തിലേക്ക് പാസ് കൊടുക്കുക? അയാൾ എങ്ങനെ സ്വർഗത്ത് പോവാനാണ്? അല്ലാഹു തആല പറയുന്നു, മൂസാ, ഇന്നലെ നിങ്ങളടുത്ത് വന്നിട്ട് സ്വർഗം ചോദിച്ചപ്പോ ഇല്ലെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തിരിച്ചയച്ചു. തിരിച്ചു പോകുന്ന സമയത്ത് ആ മനുഷ്യന്റെ മനസ്സ് വല്ലാതെ വേവലാതിയായിരുന്നു, വല്ലാത്ത വിഷമമായിരുന്നു. റബ്ബേ, എന്റെ ആയുസ് മുഴുവനും നഷ്ടത്തിലായല്ലോ അല്ലാ. ഇത്ര കാലം ഞാൻ സകല തമ്മാടിത്തരങ്ങളും ചെയ്തല്ലോ റബ്ബേ. ഇനി എനിക്കൊരു ആയുസ് നീളമുണ്ടോ? ഇനിയൊന്ന് നന്നാവാൻ എനിക്ക് അവസരമുണ്ടോ? പടച്ചവനെ, എനിക്കൊന്ന് നന്നാവണമല്ലാ. ആ ഒരു വല്ലാത്തൊരു വിഷമവുമായിട്ടാണ് ആ മനുഷ്യൻ അങ്ങയുടെ അടുക്കൽ നിന്നിറങ്ങിയത്. നന്നാവാൻ തീരുമാനിച്ചുകൊണ്ട് ഈ നാട് വിട്ടു പോവാൻ അയാൾ തീരുമാനിക്കുകയാണ്. അങ്ങനെ അയാള് കാട് കയറാൻ തീരുമാനിച്ചു. അയാള് കാട്ടിലേക്ക് പോവാൻ തീരുമാനിച്ചു. നീറുന്ന മനസ്സുമായിട്ട് അയാള് വനത്തിലൂടെ കാട്ടിലൂടെ നടക്കുമ്പോ പെട്ടെന്നതാ അയാളെ നേരെ ഒരു സിംഹം പാഞ്ഞെടുക്കുകയാണ്. അലറി വിളിച്ചുകൊണ്ട് സിംഹം കുതിച്ചു ചാടി. അയാള് പ്രാണരക്ഷാർത്ഥം ഓടാൻ തുടങ്ങി. വല്ലാത്ത ഓട്ടമാ. ഓടുന്ന സമയത്തും ആ മനുഷ്യന്റെ മനസ്സിൽ, പടച്ചവനെ, നന്നാവാൻ അവസരം കിട്ടിയില്ലല്ലോ അല്ലാ, എനിക്കൊന്ന് നന്നാവാൻ പറ്റിയില്ലല്ലോ അല്ലാ. ആ ഒരു വിഷമത്താലാണ് അയാൾ ഓടുന്നത്. ഓട്ടത്തിനിടക്ക് തിരിഞ്ഞു നോക്കി, തൊട്ടു പിന്നാലെ സിംഹമുണ്ട്, വിടുന്ന രക്ഷയില്ല. അവസാനം ആ മനുഷ്യന് ഒരു കല്ലില് തടഞ്ഞിട്ട് കാല് തടഞ്ഞയാള് താഴെ വീണുപോയി. വീണിടത്ത് കിടന്ന് തിരിഞ്ഞു നോക്കുമ്പോ ആ മനുഷ്യന്റെ നേരെ വാ പൊളിച്ചുകൊണ്ട് കുതിച്ചു ചാടുന്ന സിംഹത്തെയാണ് അയാള് കാണുന്നത്. തന്റെ നേരെ സിംഹം കുതിച്ചു ചാടുന്നത് കണ്ടപ്പോ ആ അവസാന സെക്കൻഡില് അയാളൊരൊറ്റ വിളി വിളിച്ചു, അവസാന സെക്കൻഡില് ആ മനുഷ്യന്റെ സർവ്വ ഈമാനം ഉൾക്കൊള്ളുന്ന
കൊള്ളിച്ചുകൊണ്ട് അയാളൊരൊറ്റ വിളി വിളിച്ചു അല്ലാഹ്. ആ ഒരൊറ്റ വിളിയിലുള്ള ആത്മാർത്ഥതയുണ്ടല്ലോ, ആ ഒരൊറ്റ വിളിയിലുള്ള ആത്മാർത്ഥതയുണ്ടല്ലോ, ആ ഒരൊറ്റ വിളി കാരണത്താൽ ആ മനുഷ്യന്റെ സകലമാന പാപങ്ങളും ഞാൻ പുറത്തു കൊടുത്തു മൂസാ. ആ മനുഷ്യൻ അങ്ങയോടൊപ്പം സ്വർഗം ഞാൻ കൊടുത്തു മൂസാ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളൊക്കെ ആലോചിച്ച് നോക്കിയേ സഹോദരങ്ങളെ, ആ ഒരു ഒറ്റ സെക്കൻഡിൽ. പക്ഷെ ആ ഒരു സെക്കൻഡ് എപ്പോഴാന്നുള്ള തീരുമാനമാണ് നമുക്ക് കിട്ടാത്തത് അല്ലെ? നന്നാവാൻ നമ്മൾ തയ്യാറാണ്, നന്നാവാൻ നമ്മൾ ശ്രമിച്ചാൽ നടക്കുകയും ചെയ്യും. അതുകൊണ്ടാണല്ലോ റമളാൻ മാസം നമ്മളെ പള്ളിയൊക്കെ നിറയണത് അല്ലെ? അതുകൊണ്ടാണല്ലോ റമളാനിലെ ആദ്യത്തെ 10 നമ്മളെ പള്ളിയൊക്കെ ഫുള്ളാകുന്നത്. പിന്നെന്താ ഫുള്ളാവുക? 27 അന്നു അല്ലേ? ആണല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കിയേ സഹോദരങ്ങളെ, ഈ അവസാന സെക്കൻഡ് എപ്പോഴാ എന്ന് നമുക്ക് തീരുമാനമായിട്ടില്ല. അവിടെയാണ് പ്രശ്നം. നന്നാവാൻ നമ്മളെ കൊണ്ട് പറ്റും, നമ്മൾ ശ്രമിച്ചാൽ നടക്കുകയും ചെയ്യും, നമ്മൾ നന്നാവും ചെയ്യും. പക്ഷേ എപ്പോൾ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അവിടെയാണ് പ്രശ്നം. ആ ഒരു വിഷയമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എങ്ങനെ നന്നാവും? അതാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കൂഫയുടെ പള്ളിയിൽ ഖുത്ബ ഓതുന്ന സമയത്ത്, മിമ്പറിൽ ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ അമീറൽ മുഅ്മിനീൻ, എനിക്കൊന്ന് നന്നാവാൻ ആഗ്രഹമുണ്ട്, എനിക്ക് ധാരാളം അമലുകൾ എടുക്കണമെന്നൊരാഗ്രഹമുണ്ട്. ഞാൻ എന്ത് ചെയ്യണം യാ അമീറുൽ മുഅ്മിനീൻ? തങ്ങളതാ മറുപടി പറയുന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളോടൊപ്പം ഇരിക്കുന്ന സമയത്ത് ഹബീബിന്റെ മജ്ലിസിലേക്ക് ഒരാൾ വന്നിട്ട് ഇതേ ചോദ്യം ചോദിച്ചു. അല്ലാഹുവിന്റെ റസൂലേ, എനിക്കൊന്ന് നന്നാവാൻ ആഗ്രഹമുണ്ട് നബിയേ, എനിക്കൊന്ന് ധാരാളം അമലെടുക്കാൻ ആഗ്രഹമുണ്ട് നബിയേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത് യാ റസൂലല്ലാഹ്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് മറുപടി പറഞ്ഞത്, അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, എല്ലാ രസങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ കുറിച്ചുള്ള ചിന്ത അധികരിപ്പിച്ചോളൂ. നന്നാവാൻ ആഗ്രഹമുണ്ടോ? നന്നാവണമെന്ന മോഹമുണ്ടോ? ഒരുപാട് തെറ്റ് ചെയ്തവനാണ് ഉസ്താദേ, കള്ളു കുടിച്ചവനാണ് ഉസ്താദേ, വ്യഭിചരിച്ചവനാണ് ഉസ്താദേ, പലിശ തിന്നവനാണ്, ഒരുപാട് ഹറാം ചെയ്തവനാണ് ഉസ്താദ്. പക്ഷേ ഒന്ന് നന്നാവാൻ ആഗ്രഹമുണ്ട്, നടക്കുന്നില്ല. നമ്മളൊക്കെ പരാതി അതാണ്. നന്നാവണം എന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ എന്താവണില്ല, പറ്റണില്ല, നടക്കുന്നില്ല. നമ്മളെന്താ ചിന്തിക്കുന്നത്? അടുത്ത വെള്ളിയാഴ്ച നന്നാവാം, അടുത്ത വെള്ളിയാഴ്ചത്തോടെ ഞാൻ നിസ്കാരം തുടങ്ങി അല്ലേ? അല്ലെങ്കിൽ ളുഹ്ർക്ക് ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇൻഷാ അല്ലാഹ് മഗ്രിബോട് കൂടെ ഞാൻ നിസ്കാരം തുടങ്ങി. മഗ്രിബിന് ചിന്തിക്കും, മഗ്രിബ് പോട്ടെ, സുബഹിയോട് കൂടെ തുടങ്ങാം. സുബഹിക്ക് തോന്നും ഇന്നിപ്പോ ശനിയാഴ്ച അല്ല, നാളെ ഞായറും കഴിഞ്ഞ് മറ്റന്ന തിങ്കളാഴ്ച മുതൽ ഞാൻ നന്നാവാം. കഴിയുന്നു കൊല്ലങ്ങൾ, മാസങ്ങളാഴ്ച, ഗടികൾ കണക്കേന് ആയുസ് തീർച്ച. കൊല്ലങ്ങളെ, മാസങ്ങള്, ദിവസങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞു പോകുന്നല്ലാണ്. നമ്മൾ നന്നാവൂല, നമ്മള് നന്നാവൂല. കുഴപ്പമുണ്ട്. ഒരാള് ഷെയ്ഖിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ച്, എനിക്ക് നന്നാവാൻ ആഗ്രഹമുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പൊ ഷെയ്ഖ് പറഞ്ഞു, ഞാൻ മരിച്ച ഈ നന്നാവും. ഷെയ്ഖ് പറഞ്ഞ മറുപടി, ഞാൻ മരിച്ച ഈ നന്നാവും. ഇയാള് തിരിച്ചുപോയി, കാരണം ഷെയ്ഖ് മരിച്ച നന്നാവൂല. അപ്പൊ ഷെയ്ഖ് മരിക്കട്ടെ എന്ന് കേട്ടിട്ട് അയാള് പോയി. മാസങ്ങൾ കഴിഞ്ഞിട്ട് ഷെയ്ഖ് മരിക്കണമില്ല, ഇയാള് നന്നാവണില്ല. തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അതെ എനിക്ക് നന്നാവാ, ഞാൻ എന്താ ചെയ്യണ്ടേ? അപ്പോഴും ഷെയ്ഖ് പറഞ്ഞു, ഞാൻ മരിച്ച ഈ നന്നാവും. പിന്നെയും തിരിച്ചുപോയി. കൊല്ലങ്ങൾ കഴിഞ്ഞു. ഇയാള് വന്നിട്ട് പറഞ്ഞു, എനിക്ക് നന്നാവണം, ഞാൻ ഇപ്പൊ എന്താ ചെയ്യണ്ടോ വെച്ചു. അപ്പൊ ഷെയ്ഖ് പറഞ്ഞു, എടോ ഞാൻ മരിച്ച ഈ നന്നാവും. ഇയാൾ ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങളോട്ട് മരിക്കണമില്ല, ഞാനോട്ട് നന്നാവണമില്ല. അതിപ്പോ വല്ലാത്ത കുലിമാലായല്ലോ.
അപ്പൊ ഷെയ്ഖ് പറഞ്ഞു, എടോ നീ നന്നാവാൻ വേണ്ടി ഞാൻ മരിക്കണം എന്നല്ല ഇതിന്റെ അർത്ഥം. ഷെയ്ഖാകുന്ന ഞാൻ മരിക്കണം എന്നല്ല, നിന്റെ ഞാനെന്ന ഭാവമുണ്ടല്ലോ, നിന്റെ ഞാനെന്ന വിചാരം എല്ലാം ഞാൻ ഞാൻ ഞാൻ, ആ ഞാനെന്ന ഭാവം എന്ത് ചെയ്യണം? ആദ്യം മരിക്കണം. അതില്ലാതെ ആവണം. നമുക്കൊക്കെ ഉള്ള മെയിൻ പ്രശ്നം അതാണ്. നമ്മളൊരു ഉംറക്കിന് പോയി വരുമ്പോഴേക്ക് പിന്നെ എന്റെ എല്ലാ പാപം പുറത്ത് ഞാനിപ്പോ ഉമ്മ വെറ്റ കുട്ടിനെ പോലെ ആ ഒരു ചിന്ത, അല്ലെങ്കിൽ ഒരു ഹജ്ജിന് പോയി വരുമ്പോഴേക്ക് ഓനെ മുഹമ്മദ് ഖാന്ന് വിളിച്ച പിന്നെ ഓൻ വിളിയേക്കൂല, മുഹമ്മദ് ഹാജിന്ന് വിളിച്ചണം, എന്നാലേ വിളിയേക്കുള്ളൂ. ഹജ്ജിന് കഴിഞ്ഞു വരുമ്പോഴേക്കും ഒക്കെ ആയി എന്നുള്ളൊരു തോന്നല്. പൊന്നു മക്കളെ, ഇതെന്തിനാണ് ഇപ്പൊ കൊടുക്കാനാ? അല്ലാ, നിങ്ങളിപ്പോ അതും കൂടെ കൊടുത്താപ്പോ ഇതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഒരു റാഹത്തുണ്ടാവൂലേ? ഈ വെള്ളിയാഴ്ച കുത്തുപോകുന്ന സമയത്ത് ചില പള്ളി കൂടെ ബക്കറ്റ് ഇങ്ങനെ പറഞ്ഞേക്കണാണ്. കുത്തുപോകുന്ന സമയത്ത് ചില പള്ളി കൂടെ ബക്കറ്റ് ഇങ്ങനെ പറഞ്ഞേക്കണാണ്. ആ സമയത്ത് ഏറ്റവും ചെറിയ ചില്ലറന്റെ കോയിനെ നോക്കിയിട്ട് ചില്ലി പെറുക്കി ഒരു 4 ചില്ലറ ഇടുമ്പോൾ പിന്നെ ചില്ലിന്നലെ ഒച്ചയൊക്കെ ആയിട്ട് ആ പിന്നെ കുത്തുബി ഉണ്ടാവൂല, ഉറങ്ങണോലിക്കും സ്വീപ്പ്. കാരണം കുറെ ആൾക്കാർ ഉറക്കത്തിലായിരിക്കും, ഓലിക്കും സ്വീപ്പ്. അതേപോലെയാണ് ഇതിന്റെ ഇടയിൽ കൂടെ നിങ്ങൾ ഇതിപ്പോ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഒരു സുഖം കിട്ടുന്നില്ല. ശ്രദ്ധിക്കുക, മനസ്സിലാക്കണേ. അപ്പൊ നമ്മളൊക്കെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഞാനെന്ന ഭാവമാണ്. ഞാനൊന്നുമല്ലെന്ന ജ്ഞാനമാണ് ഏറ്റവും നല്ലൊരു ജ്ഞാനമെന്നോർക്കു കുഞ്ഞേ. ഞാനൊന്നുമല്ലെന്ന അറിവ്, അതാണ് ഏറ്റവും വലിയ അറിവ്, അതാണ് വേണ്ടത്. തങ്ങള് അവിടുത്തെ മുതുക് മുന്നോട്ട് കുലിച്ചുകൊണ്ടാണ് നടന്നിരുന്നത്. തങ്ങള് മഹതിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, പിതാവിന്റെ ശരീരം അല്പം മുന്നോട്ട് കുനിഞ്ഞിട്ടല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. അതേ പിതാവിനെ അനുകരിച്ചുകൊണ്ട് മഹതിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ മുന്നോട്ട് കുനിഞ്ഞിട്ടാണ് നടന്നിരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയേ അങ്ങന്തേ മുന്നോട്ട് കുനിഞ്ഞു നടക്കുന്നത്? അവിടുത്തെ മുതുക് മുന്നോട്ട് കുനിഞ്ഞു പോയല്ലോ നബിയേ. അപ്പൊ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട സ്വഹാബ, എന്റെ റബ്ബെന്നെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയല്ലേ, എന്റെ പടച്ച റബ്ബെന്നെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയല്ലേ. യജമാനനായ റബ്ബെന്നെ നോക്കുമ്പോ പിന്നെ ഞാൻ എങ്ങനെയാണ് മുതുക് നിവർത്തി പിടിച്ചിട്ട് തല ഉയർത്തി പിടിച്ചിട്ട് നടക്കുന്നത്? സ്വഹാബ, ആരാ പറയുന്നത്? ആർക്ക് വേണ്ടിയാണോ ഈ ലോകം പടച്ചത് ആ നേതാവാണ് പറയുന്നത്. എന്റെ റബ്ബെന്നെ നോക്കുമ്പോ ഞാൻ എങ്ങനെയാണ് സ്വഹാബത്തെ നെഞ്ചുയർത്തി പിടിച്ചിട്ട് നടക്കുക? ലോകത്തിന്റെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മാനവറുകൾ മേലോട്ട് നോക്കുന്നത് ശിഷ്യന്മാര് കണ്ടിട്ടില്ല. അവിടുന്ന് എപ്പോഴും താഴോട്ടേ നോക്കിയിരുന്നുള്ളൂ. ഒരിക്കലും തന്നെ അവിടുന്ന് മേലോട്ട് തല ഉയർത്തി പിടിച്ചിട്ട് നോക്കിയിരുന്നില്ല. മാനവറുകളോട് ശിഷ്യന്മാര് ചോദിച്ചുവല്ലോ, ഉസ്താദ് എന്തേ അവിടുന്ന് മേലോട്ട് നോക്കുന്നില്ലല്ലോ? അപ്പൊ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട മക്കളെ, എനിക്ക് കോടാനക്കോടി അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന എന്റെ പടച്ച റബ്ബ് മേലെ നിന്നുകൊണ്ട് എന്റെ റബ്ബ് ഞാൻ എന്ത് ശുക്റാണ് ചെയ്യുന്നതെന്ന് വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. കോടാനക്കോടി നിഅമത്ത് എനിക്ക് തന്ന എന്റെ റബ്ബ് അതിന് പ്രത്യുപകാരമായിട്ട് ഞാൻ എന്ത് അമലാണ് ചെയ്യുന്നതെന്ന് എന്റെ റബ്ബ് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാനോ നന്ദി ചെയ്യാത്തവനുമാണ്. പിന്നെ ഞാൻ എങ്ങനെയാണ് മേലോട്ട് നോക്കുക? തെറ്റ് ചെയ്തിട്ട് പിടിക്കപ്പെട്ട തല കുനിഞ്ഞുകൊണ്ടായിരിക്കും അല്ലേ? പക്ഷെ ഇന്നത്തെ കാലത്ത് തെറ്റ് ചെയ്തിട്ട് പിടിക്കപ്പെട്ടവനാണ് അടുത്ത പാർലമെന്റിക്ക് മത്സരിക്കുക. സുബ്ഹാനല്ലാഹ്.
ആരായി പറയണത്? മാലിക് റളിയല്ലാഹു അൻഹു ജീവിച്ച കാലത്ത് ഒരൊറ്റ സുന്നത്ത് നിസ്കാരം നഷ്ടപ്പെടാത്ത മഹാനല്ലേ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. മഹാനവറുകളാ പറയുന്നത്, ഞാൻ എന്റെ റബ്ബിന്റെ മുമ്പിൽ റബ്ബിന്റെ നിഅമത്തിന് നന്ദി ചെയ്യാത്തവനല്ലയോ, പിന്നെ ഞാൻ എങ്ങനെയാണ് തല ഉയർത്തി പിടിച്ചിട്ട് നടക്കുക? ഒരൊറ്റ സുന്നത്ത് ഫർളല്ല, ഒരൊറ്റ സുന്നത്ത് നഷ്ടപ്പെടാത്ത മഹാനാണ്. രാത്രിയിൽ 2 മണിക്കൂറിനപ്പുറം ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഉറങ്ങാറില്ല. നമ്മുടെ ചെറുപ്പക്കാരും പറയും, ഉസ്താദ് ഞങ്ങൾ രാത്രി ഉറങ്ങലിനല്ല, കാരണം നെറ്റ് ഫാസ്റ്റ് ഉണ്ടാകുന്ന സമയം അപ്പോഴാണ്, നെറ്റിന് സ്പീഡ് കൂടുന്ന സമയം അപ്പോഴാണ്. അതുകൊണ്ട് ഞങ്ങൾ കളി മുഴുവൻ രാത്രിക്കാ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാക്കട്ടെ. അമീൻ പറ, അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചിന്തിക്കണേ, ആലോചിക്കണേ, നല്ലോണം മനസ്സിലാക്കണേ. ആ ഒരു അവസാനത്തെ ആ ഒരു പോക്ക്, ആ ഒരു അമല്, അത് നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അതിനല്ലേ നമ്മൾ ഈ പരിശ്രമിക്കേണ്ടത്. അതാണ് അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹിന്റെ ഹളറത്തിൽ വന്നിട്ട് ഇയാൾ ചോദിച്ചു, നബിയേ എനിക്ക് നന്നാവണം യാ റസൂലല്ലാഹ്, അതിന് ഞാൻ എന്ത് പരിഹാരമാണ്, എന്ത് കാര്യമാണ് ചെയ്യേണ്ടത്? അപ്പൊ പറഞ്ഞു, അക്സിറൂ ദിക്റ ഹാദിമില്ലല്ലാത്ത്, എല്ലാ രസങ്ങളും മുറിച്ചു കളയുന്ന മരണത്തെ കുറിച്ച് ചിന്തിച്ചോളൂ, ചിന്ത അധികരിപ്പിച്ചോളൂ. എല്ലാ രസങ്ങളും മുറിഞ്ഞു പോകും, എല്ലാ രസവും മുറിയും അല്ലേ? അലി റളിയല്ലാഹു അൻഹു പറയാണ്, തന്റെ അടുത്ത് വന്ന മനുഷ്യനോടും ഇതേ ഇബാറത്ത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ അതേ പ്രയോഗം എടുത്തിട്ട് പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഞാൻ കേട്ടു, അക്സിറൂ ദിക്റ ഹാദിമില്ലല്ലാത്ത്, എല്ലാ രസങ്ങളും മുറിഞ്ഞു പോകുന്ന മരണത്തെ കുറിച്ചുള്ള ചിന്ത അധികരിപ്പിച്ചോളൂ. എല്ലാ രസങ്ങളും മുറിഞ്ഞു പോവുകയാണ്. എന്റെ മക്കളടുക്കൽ നിന്ന് കഴിഞ്ഞ വ്യാഴാഴ്ച ഇറങ്ങിയവനാണ് ഞാന്. എന്റെ മക്കൾ ഞാൻ തിരിച്ചു ചെല്ലുന്നതും പ്രതീക്ഷിച്ചിട്ടാണ്. ഇന്ന് കുഴിങ്ങര മജ്‌ലിസ് കഴിഞ്ഞിട്ട് പോകുമ്പോ ഞാനങ്ങ് മരിച്ചാൽ നാളെ എന്റെ പൊന്നുമക്കള് പലഹാരപ്പൊതിയുമായിട്ട് ബാപ്പച്ച് വരുന്നതും കാത്തിരിക്കുമ്പോ എന്റെ പൊന്നാര മക്കളെ മുമ്പിലേക്ക് നിങ്ങൾ കൊണ്ടു ചെല്ലുന്നത് വെള്ളത്തുണിയിൽ പൊതിഞ്ഞെന്റെ ശരീരമാ, എന്റെ മയ്യത്താണ്. ബാപ്പ വരുന്നതും കാത്തിരിക്കുന്ന മക്കളെ സന്തോഷം നഷ്ടപ്പെടുന്നു. മക്കളടുക്കൽ ചെന്ന് വാരിപ്പുണർന്ന് ചുംബനം വെക്കുന്നതും കാത്തിരിക്കുന്ന പിതാവ് നിശ്ചലമായിട്ട് കടന്നു ചെല്ലുന്നു. എല്ലാ രസങ്ങളും മുറിഞ്ഞു പോവാ, എല്ലാ രസങ്ങളും മുറിഞ്ഞു പോവാ. എന്തുകൊണ്ടാണ് നമ്മളെന്ന് മനസ്സിക്ക് ആ ഒരു ചിന്ത വരാത്തത്? ഞാനെന്ന ഭാവം നമ്മളൊക്കെ ഉള്ളിലുള്ളത് കൊണ്ട് നമുക്കൊന്നും മരണത്തെ കുറിച്ച് ചിന്ത വരുന്നില്ല അല്ലെ? അയലോക്കക്കാരൻ മരിച്ച അവന്റെ മയ്യത്ത് നമ്മൾ പോയി കണ്ടുപോലും, പക്ഷെ നമ്മൾ ചിന്തിക്കൂല. ആ മയ്യത്ത് നമ്മളോടൊരു കാര്യം പറഞ്ഞു. വീടിന്റെ സെൻട്രൽ ഹാളില് വെള്ള പുതച്ച് കിടക്കുന്ന മയ്യത്തുണ്ടല്ലോ, ആ മയ്യത്ത് നമ്മളോട് പറഞ്ഞു, മോനെ ഇന്നലെ നമ്മളെ നാട്ടിൽ ആരോ മരിച്ചു, ഞാൻ അയാളെ പോയി കണ്ടു. ഇന്ന് ഞാൻ മരിച്ചു, നീ എന്നെ വന്ന് കണ്ടു. നാളെയോ മരിക്കുന്നത് നീയാണ്, ഈ കൂടി നിൽക്കുന്നത് വന്ന് കാണുന്നത് നിന്നെയാണ്. ആ മയ്യത്ത് നമ്മളോടത് പറഞ്ഞു. പക്ഷേ നമ്മളെന്തായില്ല, നമുക്കത് മനസ്സിലായി, പക്ഷെ നമ്മളത് ഉൾക്കൊണ്ടില്ല. കാരണം നമ്മളെ ഞാൻ എന്ന ഭാവം, ഞാൻ എന്ന ആ ഒരു ചിന്ത. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീട്ടുവാതിലിൽ വന്ന് മുട്ടി സ്വഹാബി ഉടനെ ചോദിച്ചു, ആരാണ്? അപ്പൊ പറഞ്ഞു, അനയാ റസൂലല്ലാഹ്, ഞാനാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദേഷ്യത്തോടെ കിടക്കപ്പായിൽ നിന്ന് എണീറ്റിട്ട് ചോദിച്ചു, ഞാൻ ആരടോ ഞാനെന്ന് പറയാൻ? ഞാൻ എന്ന് പറയാം. ആരപ്പ ഞാൻ എന്ന് പറയുന്നത്? ഞാൻ എന്നാൽ അത് പറയാൻ അർഹത അല്ലാഹുക്ക് മാത്രമേ ഉള്ളൂ. ഞാനെന്ന് പറയാനുള്ള അർഹത ആർക്ക് മാത്രമേ ഉള്ളൂ?
ലോകം മുഴുവനും കണ്ടവനാ നമ്മള്. ഈ ലോകത്തെ അങ്ങ് ലോകത്തിന്റെ വേൾഡ് തലത്തിലുള്ള സകല കാര്യങ്ങളും ചൊവ്വാഗ്രഹത്തിൽ പോയി ചൊവ്വാഗ്രഹത്തിന്റെ ഉള്ളിലുള്ള കാഴ്ചകൾ വരെ കണ്ടവരാണ് നമ്മള്. ഗോളങ്ങളും ഉപഗോളങ്ങളും ഗാലക്സികളും നക്ഷത്രങ്ങളും സൂര്യചന്ദ്രാദികളും മുഴുവനും കാണാൻ ശാസ്ത്രം വളർന്നു. പക്ഷേ അവന്റെ കണ്ണുകൊണ്ട് സ്വന്തം മുഖം കാണാൻ അവന് കഴിയുന്നില്ല. പറ്റോ? ആലോചിച്ച് നോക്കിയ കണ്ണുകൊണ്ട് നമുക്ക് എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ സ്വന്തം മുഖം കണ്ണാടി കൂടെ കാണാം അല്ലേ? പക്ഷെ അവന്റെ കണ്ണുകൊണ്ട് കണ്ണാടിയിൽ കാണുന്നത് അവന്റെ മുഖമല്ല, മുഖത്തിന്റെ പ്രതിബിംബമാണ് കാണുന്നത്, മുഖമല്ല. മനുഷ്യൻ എത്രയോ നിസ്സാരനാണ് മനുഷ്യനൊന്നുമല്ല. ഒട്ടാനി മുന്തുള്ളി പിഞ്ചോര കട്ട, പിന്നെ നീ കാട്ടം ചുമന്നോരു കൊട്ട, പൈത്തന്ന പകൽ കണ്ണടച്ചാൽ ഇരുട്ടാമോ പൊട്ട, പൈത്തന്ന പാലിന്റെ കൈപ്പാമോ പൊട്ട. മുസ്ലിയാര് അവിടെ നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്, എന്തിനാ അഹങ്കരിക്കണം? ഞാനെന്ന് നീ എങ്ങനെ പറയാനാ? പൊട്ടാനി മുന്തുള്ളി പിഞ്ചോര കട്ട. നീ പിതാവിന്റെ സുൽബിലുള്ള ഇന്ദ്രിയ തുള്ളിയായിരുന്നില്ലേ? അത് പിന്നീട് രക്തകഷ്ടയും പിന്നീട് മാംസപിണ്ഡവും പിന്നീട് റൂഹൂദി നീ വളർന്നു വന്നവനായിരുന്നില്ലേ? പിന്നെ നീ കാട്ടം ചുമന്നോരു കൊട്ട. ഏത് വിലപിടിപ്പുള്ള ഭക്ഷണം തിന്നാലും അത് പുറത്തു പോകുന്നത് കാഷ്ടമായിട്ടാണ് അല്ലേ? ഏത് ഫാസ്റ്റ് ഫുഡ് അടിച്ചിട്ട് എന്ത് കാര്യം? അത് പുറത്തു പോണത് അല്ലേ? ആണോ അല്ലേ നിങ്ങൾ പറയാ അങ്ങനല്ലേ? ഒട്ടാനി പിന്നെ നീ കാട്ടം ചുമന്നോരു കൊട്ട. ഒന്നുമല്ല, നമ്മളൊന്നും അല്ല. അല്ലാഹു കാക്കട്ടെ. ആമീൻ പറ. അല്ലാഹു കാക്കട്ടെ. പിന്നെ നമ്മൾ എങ്ങനെ നന്നാവും? പിന്നെ നമ്മൾ ഞാൻ എന്ന് പിന്നെ നമ്മൾ എങ്ങനെയാണ് അഹങ്കരിക്കുക? അഹങ്കരിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത്? സ്വന്തം ശരീരത്തിലെ ആവശ്യമില്ലാത്തൊരു രോമത്തിന്റെ വളർച്ച നിയന്ത്രിക്കാൻ നമുക്ക് കഴിയില്ല. പറ്റോ? സ്വന്തം ശരീരത്തിലെ രോമത്തിന്റെ വളർച്ച നിയന്ത്രിക്കാൻ നമുക്ക് പറ്റൂല. പിന്നെ നമ്മൾ എങ്ങനെ അഹങ്കരിക്കുക? പിന്നെ ഞാനെന്ന് നമ്മൾ എങ്ങനെ പറയാനാണ്? അതുകൊണ്ടല്ലേ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു താഴെ വീണ് കിടക്കുന്ന മരത്തിന്റെ ഉണങ്ങിയ കൊള്ളിയെടുത്തിട്ട് അത് നോക്കിയിട്ട് പറഞ്ഞില്ലേ, പടച്ചവനെ, ഞാൻ ഇങ്ങനത്തെ ഒരു ഉണക്ക കഷ്ടമായി മാറിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലാഹ്. കാരണം ഞാനൊന്നുമല്ല. അതാണ് അവിടെയാണ് നമുക്ക്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എത്ര മരണം കണ്ടുപോകുന്ന ആളുകളാ? നമ്മൾ എത്ര മയ്യത്ത് ഖബറിൽ ഇറക്കി വെച്ച ആളുകളാ? നമ്മൾ എത്ര മയ്യത്ത് കുളിപ്പിച്ചവരാ? പക്ഷേ നമ്മൾ എപ്പോഴെങ്കിലും പടച്ചവനെ, ഈ കിടക്കുന്നത് ഞാനാകുമല്ലോ ഒരു ദിവസം എന്ന് നമ്മൾ എത്ര ആളുകൾ ചിന്തിച്ചു പോയിട്ടുണ്ട്? അതിനെ കുറിച്ച് ഒരിറ്റി കണ്ണുനീരെപ്പോഴെങ്കിലും നമ്മുടെ കണ്ണിൽ നിന്ന് വീണിട്ടുണ്ടോ? വേറുള്ളവന്റെ മരണത്തെ കുറിച്ച് ആലോചിച്ച് നമ്മൾ കരഞ്ഞിട്ടുണ്ട്. നമ്മളെ നാട്ടിലൊരു അപകട മരണം സംഭവിച്ചു, ഒരു ചെറുപ്പക്കാരൻ അതിൽ മരിച്ചു. അവന്റെ മരണത്തെ കുറിച്ച് ആലോചിച്ച് ഒരു പക്ഷേ നമ്മൾ കരഞ്ഞിരിക്കാം. പക്ഷേ ഇന്ന് ഞാനാണ്, നാളെ നീയാണെന്ന മയ്യത്തിന്റെ സന്ദേശം നമ്മൾ എന്തേ മറന്നുപോയത്? ആയിഷയോട് പറഞ്ഞില്ലേ, ആയിഷ, ഓരോ മയ്യത്തും മരിച്ച സെക്കൻഡ് മുതൽ നിങ്ങൾ ഖബറിൽ കൊണ്ടുപോയി വെക്കുന്ന അവസാന നിമിഷം വരെ നിങ്ങളോട് വിളിച്ചു പറയുന്നത് നിങ്ങളെങ്ങാനും കേട്ടുപോയാൽ പിന്നൊരൊറ്റ മയ്യത്തും നിങ്ങൾ ഒരാളും പരിപാലിക്കുകയില്ല. ഒരു മയ്യത്തും നിങ്ങൾ കുളിപ്പിക്കുകയില്ല. ഒരു മയ്യത്ത്
നിങ്ങൾ കഫൻ ചെയ്യുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞു കൊടുത്തു. മരിച്ച ആ സമയം മുതൽ ഞാനിപ്പോ ഇവിടുന്ന് അങ്ങ് മരിച്ചാൽ ആദ്യം നിങ്ങൾ ചെയ്യുന്നതിന്റെ ഭൗതിക ലോകത്ത് ഞാൻ ധരിച്ച ഈ വസ്ത്രം അഴിച്ചു മാറ്റലല്ലേ? ആ വസ്ത്രം അഴിച്ചു മാറ്റുന്ന ആ സമയത്ത് പോലും എന്റെ ആത്മാവ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നില്ലേ, എന്റെ കുടുംബങ്ങളെ, എന്റെ മയ്യത്ത് പരിപാലിക്കുന്നവരെ, എന്റെ വസ്ത്രമൊന്ന് പതുക്കെ അഴിക്കണേ, ബലപ്രയോഗം നടത്തല്ലേ, പിടിച്ച് വലിക്കല്ലേ, എനിക്ക് വേദനിക്കുന്നു, എന്റെ ശരീരം പൊട്ടിമുറിയുന്ന വേദനയാണ്. മയ്യത്തിന്റെ കണ്ണടക്കുമ്പോ, മയ്യത്തിന്റെ താടി പിടിച്ചു കെട്ടുമ്പോ, മയ്യത്തിന്റെ മഫാസിലുകൾ, ഈ ജോയിന്റുകൾ ഇങ്ങനെ നമ്മൾ നിവർത്തുകയും മടക്കുകയും ചെയ്യുമ്പോ ആ മയ്യത്ത് പറയുന്നില്ലേ, എന്റെ ശരീരം വല്ലാതെ വേദനിക്കുന്നുണ്ട്, അസ്രായീൽ റൂഹ് പിടിക്കുമ്പോ പൊട്ടി നുറുങ്ങിപ്പോയിട്ടുണ്ട്, വല്ലാത്ത വേദനയാ, ബലപ്രയോഗം നടത്തല്ലേ, എനിക്ക് വേദനിക്കുന്നു എന്ന മയ്യത്ത് നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ ആരാത് കേട്ടത്, നമ്മൾ ആരാതിനെ കുറിച്ച് ചിന്തിച്ചത്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുന്നു, ആയിഷ, മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്യുമ്പോ കാൽഭാഗത്തെ കെട്ട് കെട്ടി, അരഭാഗത്തെ കെട്ടും കെട്ടി, ഇനി തലഭാഗത്തെ കെട്ട് കെട്ടാൻ പോവുകയാണ്. ഈ ദുനിയാവിലുള്ള അവസാനത്തെ കാഴ്ച കാണേണ്ടവർ കാണണേ, ഇതാ പൊതിയുന്നേ, അവസാനത്തെ കാഴ്ചയാണ് അല്ലേ? ഞാൻ എന്നെ തന്നെ, നിങ്ങളെ തന്നെ ചിന്തിച്ചു. മരിച്ചു കിടക്കുന്ന മയ്യത്ത് ഞാനാ. ഓരോരുത്തരും അവനാനെ ചിന്തിക്കും. മരിച്ചു കിടക്കുന്ന മയ്യത്ത് ഞാനാണ്, നിങ്ങൾ ഓരോരുത്തരുമാണ്. കുളിപ്പിച്ചു, വെള്ളത്തുണിയിൽ പൊതിഞ്ഞു, കാൽഭാഗത്തെ കെട്ട് കെട്ടി, അരഭാഗത്തെ കെട്ട് കെട്ടി, ഇനി തലഭാഗത്തെ കെട്ട് കെട്ടുന്നതിന് മുമ്പ് കാരണവന്മാരിൽ നിന്ന് ആരോ ഒരാള് ചോദിക്കും, ഭാര്യനെ കൊണ്ടുവന്ന് അവസാനമായൊന്ന് കാണിക്കണേ, മക്കളെ കൊണ്ടുവന്ന് അവസാനമായിട്ടൊന്ന് കാണിക്കണേ, എന്റെ മയ്യത്തെ കാണാൻ, എന്റെ മയ്യത്ത് ബാപ്പനെ അവസാനമായിട്ടൊന്ന് കാണാൻ. എന്റെ 7 വയസ്സുള്ള പൊന്നുമോളെ, 3.5 വയസ്സുള്ള എന്റെ പൊന്നുമോനെ ആളുകൾ കൊണ്ടുവരികയാണ്. മക്കളോട് പറയുന്ന, മക്കളെ, ബാപ്പക്ക് അവസാനത്തെ മുത്തം കൊടുത്തോ? എന്റെ പൊന്നാര മക്കളുണ്ടല്ലോ, അവസാനത്തെ യാത്രയാണ് ബാപ്പയെന്നറിയാതെ വീട്ടിലുള്ള ദിവസം മുഴുവനും എന്നോട് ഒട്ടിച്ചേർന്ന് കിടക്കാൻ മത്സരിക്കുന്ന എന്റെ പൊന്നുമക്കള് ബാപ്പയുടെ കവിൾത്തടത്തിൽ കുഞ്ഞി കൈകൾ വെച്ചിട്ട് അവസാനത്തെ മുത്തം തരുന്നു. എന്റെ പൊന്നുമോൻ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ചിട്ട് അവസാനത്തെ മുത്തം തന്നിട്ട് ബാപ്പയെ യാത്രയാക്കുകയാണ്. ആളുകൾ പറയുന്നു, മക്കളെ കൊണ്ടുപോയിക്കൊള്ളു. ആ സമയത്ത് മയ്യത്ത് പറയുന്നുണ്ട്, ഞാൻ വിളിച്ച് പറയുന്നുണ്ട്, മക്കളെ പോവല്ലേ, എന്റെ കുഞ്ഞു മക്കളെ കൊണ്ടുപോവല്ലേ, എനിക്കവരെ കണ്ട് കൊതി തീർന്നിട്ടില്ല, എന്റെ മക്കളോടൊപ്പം ജീവിച്ച് എന്റെ ആശ തീർന്നിട്ടില്ല, എന്റെ മക്കളെ വാരി പിടിച്ച് മുത്തം കൊടുത്ത് എന്റെ മോഹം തീർന്നിട്ടില്ല, എന്റെ മക്കളെ കൊണ്ട് പോവല്ലേ, മക്കളെ പോവല്ലേ, പാപ്പയെ വിട്ട് പോവല്ലേ മക്കളെ എന്ന് മയ്യത്ത് വിളിച്ച് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ എത്ര ആള് കേൾക്കുന്നു? അത് നമ്മൾ ആരാണത് ശ്രദ്ധിക്കുന്നത്? ഭാര്യ വന്നിട്ട് ഭർത്താവിനെ അവസാനത്തെ നോക്ക് കാണുകയാണ്. അവസാനത്തെ കാഴ്ചയും കണ്ടവള് മടങ്ങുമ്പോ മയ്യത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മയ്യത്താകുന്ന ഞാൻ പറയുന്നുണ്ട്, പെണ്ണേ പോവല്ലേ, സുഖത്തിലും ദുഃഖത്തിലും നമ്മൾ ഒരുമിച്ചായിരുന്നില്ലേ, വേദനയും നൊമ്പരവും നമ്മൾ ഒരുമിച്ച് അനുഭവിച്ചവരല്ലേ, തനിച്ചാക്കി പോവല്ലേ പെണ്ണേ, എന്നോടൊപ്പം ജീവിച്ച ആശ തീർന്നിട്ടില്ല, എന്റെ മോഹം അവസാനിച്ചിട്ടില്ല, എന്നെ വിട്ട് പോവല്ലേ പെണ്ണേ. മയ്യത്തി വിളിച്ച്
വിളിച്ച് പറയുന്നുണ്ട്. പക്ഷേ ആരാണത് കേൾക്കുന്നത്? ഏത് മക്കളാ പറഞ്ഞത്? ഇല്ല പാപ്പാ, ഞങ്ങളുമുണ്ട് കൂടെയും ഇന്ന് വരെ ഒരു മക്കളും പറഞ്ഞിട്ടില്ല, ഒരു ഭാര്യയും പറഞ്ഞിട്ടില്ല. കൊണ്ടുപോവല്ലേ, എന്റെ പ്രിയപ്പെട്ടവന്റെ കൂടെ ഞാനുമുണ്ട് ഖബറിലേക്കെന്ന് ഒരു ഭാര്യയും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇനി ഒരു ഭാര്യയും പറയുകയുമില്ല. ഞാൻ മരിച്ചു കിടക്കുമ്പോ എന്റെ മാതാപിതാക്കളെ കൊണ്ടുവരികയാണ്. വാർദ്ധക്യകാലത്ത് എന്റെ മാതാപിതാക്കൾക്ക് താങ്ങും തണലും ആവേണ്ടവനായിരുന്നു ഞാന്. പക്ഷെ അവർക്ക് മുമ്പേ ഞാനാണ് പോകുന്നത്. ക്ഷമവിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ട് പോയോ കാണലെന്നാ നിന്നെ. മകന്റെ മയ്യത്ത് അവസാന കാഴ്ചക്ക് വേണ്ടിയിട്ട് കരഞ്ഞ് കരഞ്ഞ് തളർന്നു പോയ ഉമ്മായെ താങ്ങി പിടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് മകന്റെ മയ്യത്ത് അവസാനമായിട്ട് കാണിച്ചു കൊടുക്കുമ്പോ പ്രസവിച്ച സമയത്ത് വാരി പിടിച്ച് മുത്തം കൊടുത്ത അതേ മാറോട് ആ മയ്യത്തിനെ വാരി പുണരാൻ വമ്പൽ കൊണ്ടുകൊണ്ട് ആ മയ്യത്തിന്റെ കവിൾത്തടത്തിൽ തുരുതുരാ ചുംബനം കൊടുത്തിട്ട് കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീരൊലിപ്പിച്ചിട്ട് ഉമ്മ പറയൂല്ലേ, മോനെ നീ എന്നെ വിട്ടു പോയടാ, എനിക്ക് താങ്ങാ വേണ്ടവൻ, എന്നെ പരിപാലിക്കേണ്ടവൻ, എന്നെ ശുശ്രൂഷിക്കേണ്ടവൻ. എടാ, എന്നെ പള്ളിയിലേക്ക് പറഞ്ഞേക്കുമ്പോ ഉമ്മാന്റെ ആഗ്രഹം ഉമ്മ മരിച്ചാൽ നീ മയ്യത്ത് നിസ്കരിക്കണമെന്നായിരുന്നു. ഉപ്പാന്റെ മോഹം മോനെ ഉപ്പാന്റെ കട്ടിലിൽ നീ പിടിക്കണമെന്നായിരുന്നു. പക്ഷേ ഇന്ന് നിന്റെ മയ്യത്ത് കട്ടിൽ ചുമക്കേണ്ടത് പാപ്പക്ക് വന്നല്ലോ, നിന്റെ മയ്യത്ത് കാണേണ്ട ഒരവസ്ഥ ഉമ്മക്ക് വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് മകൻ അവസാനത്ത് മുത്തം കൊടുത്തിട്ട് ഉമ്മയെ ആളുകൾ താങ്ങി പിടിച്ചു കൊണ്ടുപോകുമ്പോ ഉമ്മ പറയുന്നു, മോനെ എനിക്കാരടാ, ഞാൻ ഒറ്റക്കായില്ലടാ എന്ന് ഉമ്മ പറയുമ്പോ ഈ മയ്യത്ത് പറയുന്നുണ്ട്, ഉമ്മ പോവല്ല ഉമ്മ, നിങ്ങളോടൊപ്പം ജീവിച്ചെന്റെ മോഹം തീർന്നിട്ടില്ല, എന്റെ ആഗ്രഹം തീർന്നിട്ടില്ല ഉമ്മ, ഇന്ന് മുതൽ ഞാൻ ഒറ്റക്കാ. പേടിയാണുമ്മ, പേടിയാണുപ്പോ. ആ ഖബറിന്റെ അകത്ത് പോയി കിടക്കാൻ, പള്ളിക്കാട്ടിലേക്ക് പോവാൻ, മൂടുകല്ലിന് താഴെ കിടക്കാൻ എനിക്ക് പേടിയാണുമ്മ. കുഞ്ഞുനാളിൽ ഞാനൊന്ന് നിലവിളിക്കുമ്പോ ഓടി വന്നിട്ട് വാരിപ്പുണർന്നിരുന്ന ഉമ്മ ഇന്നിതാ ഞാൻ പോകുകയാണ്, പേടിയാണുമ്മ, പോവല്ല ഉമ്മ, പോവല്ല ഉമ്മ. അന്ന് മയ്യത്ത് നിലവിളിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ എത്ര ആളുകൾ ഇതൊക്കെ ചിന്തിച്ചു, നമ്മൾ എത്ര ആളുകൾ ഈ ഒരു രംഗം എനിക്കും വരാനുണ്ടെന്ന് നമ്മൾ ആലോചിച്ചു. അയലോക്കക്കാരന്റെ മയ്യത്ത് പുറത്തേക്ക് ഇറക്കുമ്പോ ഓന്റെ മക്കള് പൊട്ടിക്കരഞ്ഞു, ഒരു മക്കിടാങ്ങൾ പാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതവൻ പിരിയുന്നേ. എന്റെ മയ്യത്ത് വീട്ടിൽ നിന്ന് ഇറക്കാണ്, വീട്ടിൽ നിന്ന് മയ്യത്ത് കട്ടിലിൽ കിടത്തിയിട്ട് അങ്ങെടുക്കുമ്പോ എന്റെ പൊന്നാര മക്കള് പാപ്പാ ഇനി ഞങ്ങൾക്കാരാ. ഞാൻ രാവും പകലും ഓടിയത് എന്റെ മക്കൾക്ക് വേണ്ടിയായിരുന്നു, നമ്മളൊക്കെ സമ്പാദിച്ചത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്. രാവും പകലും ഊണും ഉറക്കവും നമ്മൾ കളയുന്നത് മക്കൾക്ക് വേണ്ടിയാണ്. പക്ഷേ ആ മക്കള് പറയുന്നത് പാപ്പാ ഞങ്ങൾക്കാരാ, ഞങ്ങളെ ബാപ്പയതാ പോകുന്നു. പൊന്നാര മക്കള് സങ്കടപ്പെട്ട് നിലവിളിക്കുന്നുണ്ട്. അവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണേ. മക്കള് പറഞ്ഞത് ഞങ്ങൾക്കാരാ എന്നാ, ഭാര്യ ചോദിച്ചത് പ്രിയപ്പെട്ടവരെ ഇനി എനിക്കാരാ ഉള്ളതെന്നാ, ഉമ്മയും ബാപ്പയും ചോദിച്ചത് മോനെ ഇനി ഞങ്ങൾക്കാരെന്നാ ചോദിച്ചത്. പക്ഷേ ഒരു മക്കളും പറഞ്ഞില്ലല്ലോ ഞങ്ങളെ ബാപ്പക്കിരിയാരാ, ഖബറിന്റെ അകത്ത് ഞങ്ങളെ ബാപ്പ തനിച്ച. ഒരു ഭാര്യയും പറയുന്നില്ലല്ലോ
പ്രിയപ്പെട്ടവരെ, ആ ഖബറിൽ നിങ്ങൾ തനിച്ചല്ലേ? ഇനി നിങ്ങൾക്കാരാ ഖബറിലുള്ളതെന്ന് ഒരു ഭാര്യയും ചോദിച്ച് കരയുന്നില്ല. ഉമ്മയും ബാപ്പയും പറഞ്ഞത് ഞങ്ങൾക്കാരെന്നാണ്. അയലോക്കക്കാരന്റെ മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ ഓന്റെ മക്കള് കരയുന്നത് കേട്ടിട്ട് നമ്മൾ കരഞ്ഞു, നമ്മളെ കണ്ണെന്ന് കണ്ണുനീര് വീണു. പക്ഷേ ഒരു മതിലിനപ്പുറത്ത് നാളെ ഇതേ കരച്ചിൽ എന്റെ മക്കള് കരയുമെന്ന് ചിന്തിച്ചിട്ട് കരഞ്ഞവർ, ഈ പോണ പോക്ക് ഞാനും പോകുമെന്ന് ചിന്തിച്ചിട്ട് കരഞ്ഞവർ നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകളുണ്ട് സഹോദരങ്ങളെ? ഒന്ന് ചിന്തിക്ക്. മനസ്സ് നെഞ്ചത്ത് കൈ വെച്ചിട്ട് മനസ്സ് തുറന്നിട്ട് ചിന്തിക്ക്. നമ്മൾ ആരൊക്കെയാണ് നമ്മൾ ആ ഒരു രംഗത്തെ കുറിച്ച് ആലോചിച്ച് കരഞ്ഞവരെന്ന്. അല്ലാഹു ബോധം തരട്ടെ. ആമീൻ പറ. അല്ലാഹു ബോധം തരട്ടെ. അല്ലാഹു ബോധം തരട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ആലോചിക്കണേ, ആലോചിക്കണേ സഹോദരങ്ങളെ, ചിന്തിക്കണേ. അവസാനത്തെ ഒരു യാത്ര വെള്ള തുണി കെട്ടി മെല്ലെ പൊതിഞ്ഞു കെട്ടി ദിക്റും ചൊല്ലിക്കൊണ്ട് പോണം ഖബറിലേക്ക്. ഈ ഒരു അവസാന യാത്രയാണ്, ആ അവസാന സമയമാണ്. ആഖിബത്ത് നന്നാവാനും അവസാനത്തെ യാത്ര മനോഹരമാവാനുമാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഈ മജ്ലിസുൻ നൂറിന്റെ മജ്ലിസിലേക്ക് നടന്നു വന്നപ്പോ പടച്ചവനെ, ഈ മജ്ലിസ് കൊണ്ട് എന്റെ ലക്ഷ്യം എന്റെ ആഖിബത്ത് നന്നാവലാണ് എന്ന് ചിന്തിച്ചവർ എത്ര ആളുകളുണ്ട്? എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്? അല്ലാ, മരിക്കുന്ന സമയത്ത് ആഖിബത്ത് നന്നായിട്ട് മരിക്കാൻ, അവസാനമെല്ലാം ഇട്ടേച്ച് പോകുന്ന സമയത്ത് ഖബറിലേക്ക് വല്ല സമ്പാദ്യവുമായിട്ട് പോവാൻ പടച്ചവനെ, അതാണ് എന്റെ ലക്ഷ്യം, അതാണ് എന്റെ ലക്ഷ്യം എന്ന് ചിന്തിച്ചിട്ട് ഇത്തരം മജ്ലിസുകൾ വന്ന് ചേർന്നവർ എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്? സമ്പാദ്യ മുതലിൽ നിന്ന് മൂന്നക്ക് ഫാന, അതുമാത്രമല്ല ദിലെപ്പോഴും വഹദാന. കോടികൾ സമ്പാദിച്ചു വെച്ചു, ആയുസ് മുഴുവനും മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി സമ്പാദിച്ചു, ബാങ്ക് ബാലൻസ് കൂട്ടിവെച്ചു, ഏക്കറക്കണക്കിന് ഭൂസ്വത്ത് വാങ്ങിവെച്ചു, ലക്ഷറി വാഹനങ്ങൾ ഉണ്ടായി, വിലപിടിപ്പുള്ള വേഷഭൂഷാദികൾ ധരിച്ചു. അവനിക്ക് ഒത്താശ ചെയ്യാൻ സൗഹൃദ വലയങ്ങളുണ്ട്, ഹാദിമീങ്ങളുണ്ട്, കൂട്ടുകാരുണ്ട്, സേവകരുണ്ട്, എല്ലാം സെറ്റപ്പാണ്, അറ്റാച്ച്ഡ് റൂമാണ്, വല്ലാതെ സുഖിച്ചു പോകുന്ന ജീവിതമാണ്. പക്ഷേ അവനും പോകുമ്പോ അവസാനം കൊണ്ടുപോകുന്നത് സമ്പാദ്യ മുതലിൽ നിന്ന് മൂന്നക്ക് ഫാന. അവസാനം ഓനും കൊണ്ടുപോകുന്നത് മൂന്ന് കഷ്ണം തുണി മാത്രമാണ്. ലോകം അടക്കി ഭരിച്ചിരുന്ന ചക്രവർത്തിയല്ലയോ അലക്സാണ്ടർ ചക്രവർത്തി? അലക്സാണ്ടർ ഈ ലോകം അടക്കി ഭരിച്ചിരുന്ന ആളാണ്. പക്ഷേ അലക്സാണ്ടർ മരിക്കാൻ കിടക്കുന്ന സമയത്ത് തന്റെ സേവകനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ, ഞാൻ മരിച്ചിട്ട് ശവമഞ്ചലിൽ എന്റെ ശവം കൊണ്ടുപോകുമ്പോ എന്റെ രണ്ട് കൈയും ഇങ്ങനെ പുറത്തേക്ക് തൂക്കിയിട്ടിട്ട് കൊണ്ടുപോവണം. എന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ എന്റെ രണ്ട് കൈയും ഇങ്ങനെ തൂക്കിയിട്ടിട്ട് വേണം കൊണ്ടുപോവാൻ. സേവകൻ ചോദിച്ചു, പ്രഭോ, എന്തിനാണത്? എന്തിനാണ് അങ്ങനെ മയ്യത്ത്, അങ്ങയുടെ മൃതശരീരം അങ്ങനെ കൊണ്ടുപോകുന്നത് എന്തിനാണ്? അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞടാ, ലോകം മടക്കി ഭരിച്ചിരുന്ന കിരീടവും ചെങ്കോലും ഉണ്ടായിരുന്ന ഈ അലക്സാണ്ടറും അവസാനം പോകുമ്പോ ഒന്നുമില്ലാതെയാണ് പോകുന്നതെന്ന്, അധികാരത്തിന്റെ കിരീടവും ചെങ്കോലും ഇല്ലാതെയാണ് ഞാനും പോകുന്നതെന്ന് എല്ലാവരും അറിയട്ടെ.
വഴിവക്കിൽ എന്റെ മയ്യത്ത് കാണാൻ, എന്റെ മൃതശരീരം, എന്റെ വിലാപയാത്ര പോകുന്നത് കാണാൻ തടിച്ചുകൂടുന്ന പാരാവാരം ജനങ്ങള്. അലക്സാണ്ടർ പോകുമ്പോ കേവലം വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് ശൂന്യമായ കൈകളുമായിട്ടാണ് പോകുന്നതെന്ന് ആ പാരാവാരം തിരിച്ചറിയട്ടെ. അതിന് വേണ്ടി എന്റെ കൈകൾ ശൂന്യമായി കിടക്കട്ടെ. സമ്പാദ്യ മുതലിൽ നിന്ന് 3 അക്ഫാന. ഒന്നുമില്ല, ഒന്നും കൊണ്ടുപോവില്ല. എന്നിട്ടും നമ്മളുടെ രാവും പകലും നമ്മളുടെ ഓട്ടവും എന്തിനു വേണ്ടിയാ? അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളൊരു ലിസ്റ്റ് എടുക്കുക, ഒരു പേപ്പർ എടുക്കുക, ആ പേപ്പറിനെ 2ആയിട്ട് ഭാഗിക്കുക. ഒന്നിൽ ദുനിയാവ്, ഒന്നിൽ ആഖിറം എന്ന് എഴുതുക. സൂര്യോദയം മുതൽ രാത്രി കിടക്കപ്പായിലേക്ക് ചെല്ലുന്നത് വരെ നമ്മൾ ദുനിയാവിന് വേണ്ടി ചെയ്തതും ചെയ്യാൻ വേണ്ടി എടുത്ത സമയവും ആ കടലാസിൽ രേഖപ്പെടുത്തുക. ആഖിറത്തിന് വേണ്ടി ചെയ്തതും ചെയ്യാനെടുത്ത സമയവും മറ്റേ കടലാസിലും രേഖപ്പെടുത്തുക. എന്നിട്ട് അതൊന്ന് തുലനം ചെയ്ത് നോക്കുക. എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? പറയും. ആഖിറത്തിന് വേണ്ടി 24 മണിക്കൂറിൽ, ഒരു ദിവസത്തെ 24 മണിക്കൂറിൽ ആഖിറത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെച്ചത് വളരെ വളരെ തുച്ഛം സമയമായിരിക്കും, അല്ലേ? പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കും. നമ്മുടെ ഒരു ദിവസത്തെ കണക്കെടുപ്പ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞിരുന്നത് പോലെ ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. പടച്ചോന്റെ മുമ്പിൽ വിചാരണ ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊക്കെ ഒരു സ്വയം വിചാരണ നടത്തുക. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്റെ പ്രിയപ്പെട്ടവരെ, ആലോചിക്കണേ സഹോദരങ്ങളെ. മഹാനവറുകൾ ഒരു വെള്ളിയാഴ്ച ദിവസം സുബഹി നിസ്കാരം കഴിഞ്ഞാൽ ഒരു പേനയും കടലാസും കയ്യിൽ കരുതും. എന്നിട്ട് അടുത്ത വെള്ളിയാഴ്ച വരെ താൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതിൽ എഴുതി വെക്കും. അതിലെല്ലാം എഴുതി വെക്കും. എന്നിട്ട് ഏതെങ്കിലും ഒരു കാര്യം ആഖിറം വിട്ട് ദുനിയാവിന് വേണ്ടി ചെയ്തു പോയാൽ ചാട്ടവാറെടുത്തിട്ട് സ്വന്തം ശരീരത്തെ അടിച്ചിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് ചോദിക്കുമത്രേ, ഉമറേ, ആഖിറം വിട്ട് ദുനിയാവിന് നീ ചെയ്തത്, ദുനിയാവിന് വേണ്ടി ചെയ്തത് എന്തിനാണ്? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ അടിക്കാനേ സമയം ഉണ്ടാവുള്ളൂ, അല്ലേ? ഒരു നിസ്കാരത്തിന്റെ ഒരു റക്അത്ത് ജമാഅത്ത് റസൂലുള്ളാഹിന്റെ കൂടെ നഷ്ടപ്പെട്ടപ്പോ ഒരു ഈന്തപ്പനത്തോട്ടം മുഴുവനും അള്ളാന്റെ മാർഗത്തിന് സ്വതക്ക കൊടുത്ത മഹാനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഒരു ഫർള് നിസ്കാരമല്ല, ഒരു ഫർളല്ല, ഒരു ഫർള് മുഴുവനും ജമാഅത്തല്ല. ഒരു ഫർള് നിസ്കാരത്തിന്റെ ഒരു റക്അത്ത് ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയി. ഒരു റക്അത്ത് പിന്തിയിട്ടാ വന്നത്. ഓടി വന്നപ്പോഴേക്ക് ഒരു റക്അത്ത് കഴിഞ്ഞിരുന്നു. നിസ്കാരം കഴിഞ്ഞിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീന പള്ളിയുടെ മധ്യഭാഗത്തുള്ള ഈത്തപ്പനയുടെ തൂണിൽ നെറ്റി ഇങ്ങനെ അടിച്ചിട്ട്, നെറ്റിത്തടം കൊണ്ട് ആ തൂണിൽ ഇങ്ങനെ അടിച്ചിട്ട് പറഞ്ഞു, നബിയേ, ഉമർ നശിച്ചു നബിയേ, ഉമർ നശിച്ചു നബിയേ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഉമറേ, എന്തേ അങ്ങനെ പറയുന്നത്? അപ്പൊ പറഞ്ഞു, നബിയേ, ഞാൻ നിസ്കരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പള്ളിയിലോട്ട് പുറപ്പെട്ടതാണ്. വരുന്ന വഴിയിൽ ഞാൻ എന്റെ ഈത്തപ്പന തോട്ടത്തിലൊന്ന് കയറിപ്പോയി. അവിടെ ഒരല്പം പണി ഞാൻ ചെയ്യുമ്പോഴേക്ക് എന്റെ ഒരു റക്അത്ത് നഷ്ടപ്പെട്ടു പോയി നബിയേ. ദുനിയാവിന് വേണ്ടി ആഖിറത്തിലേക്കുള്ള എന്റെ ഒരു റക്അത്ത് പോയല്ലോ, ഇനി അതെനിക്ക് വീണ്ടെടുക്കാൻ പറ്റൂലല്ലോ നബിയേ. ഉമർ നശിച്ചു നബിയേ, ഉമർ നശിച്ചു നബിയേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നെറ്റിത്തടം കൊണ്ട് ഈ തൂണിൽ അടിക്കാൻ തുടങ്ങി. എന്നിട്ട് അതിന് പകരമായിട്ട് ആ ഈത്തപ്പനത്തോട്ടം അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ, സാധുക്കൾക്ക് ദാനം ചെയ്തോളൂ. ഒരൊറ്റ റക്അത്ത് ജമാഅത്ത് പോയപ്പോ ഈത്തപ്പനത്തോട്ടം അങ്ങോട്ട് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നമ്മൾ പേരന്റെ ആധാരം കൊണ്ട് പോകേണ്ടി വരും പള്ളിക്ക്, അല്ലേ? നമ്മളൊക്കെ ഓരോരുത്തരും പേരന്റെ ആധാരം എടുത്തിട്ട് പോയാലും തീരൂല. ATM കാർഡും കൂടെ ഒപ്പം കരുതേണ്ടി വരും. സുബ്ഹാനല്ലാഹ്, അല്ലാഹു ബോധം തരട്ടെ.
ആമീൻ പറ സഹോദരങ്ങളെ. അള്ളാഹു ബോധം തരട്ടെ, അള്ളാഹു ബോധം തരട്ടെ. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് ഈ ചാട്ടവാർ കൊണ്ട് സ്വന്തം ശരീരത്തെ അടിക്കുന്നത്. എന്നിട്ട് പറയൂത്രേ, ഉമറേ ഉമറേ, എന്റെ ഉമ്മ നിന്നെ പ്രസവിക്കാതിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ.